ആദ്യം തന്നെ പറയുകയാണ് 1-2 സെക്കൻഡ് സമയം മാത്രം മതി നിങ്ങൾക്ക് ജസ്റ്റ് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം. സോ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. നമുക്കറിയാം SRHനെതിരായിട്ടുള്ള മാച്ച് ഏതാണ്ട് 37 പന്തിലാണ് വിരാട് കോഹ്ലി 50 റൺസ് നേടിയത്. ആ സമയത്ത് സ്ട്രൈക്ക് റേറ്റ് കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം പേർ വിരാട് കോഹ്ലിയെ കുറ്റം പറഞ്ഞിരുന്നു. അതിന് പ്രതികരണമായിട്ട് എത്തിയിരിക്കുകയാണ് നമ്മുടെ വിരാട് കോഹ്ലി. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: എല്ലാവരും എൻ്റെ സ്ട്രൈക്ക് റേറ്റിനെ കുറിച്ചും അതുപോലെ ഞാൻ സ്പിന്നേഴ്സിനെ നല്ല രീതിയിൽ കളിക്കാത്തതിനെയും കുറിച്ചാണ് പറയുന്നത്. അതായത് താൻ നെഗറ്റീവ് മാത്രം എല്ലാവരും കണ്ടുപിടിച്ച് പറയുകയാണെന്നാണ് അദ്ദേഹം ഇതിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെയും അദ്ദേഹം പറയുന്നുണ്ട് 15 വർഷമായിട്ട് താൻ കളിക്കുന്നത് ടീമിൻ്റെ വിജയത്തിന് വേണ്ടി മാത്രമാണ്. എല്ലാവർക്കും കമൻട്രി ബോക്സിലിരുന്ന് അവരുടെ അസംഷൻ പറയാം, അതിന് വലിയ ഹാർഡ് വർക്കിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാനാണ് ഹാർഡ് വർക്കിൻ്റെ ആവശ്യമെന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ സഞ്ജയ് മഞ്ജരേക്കറിനെ അതുപോലെ തന്നെ ഹർഷ ബോഗലയെ കുറിച്ചാണ് തോന്നുന്നു. കാരണം അവരാണ് ഈ സ്ട്രൈക്ക് റേറ്റിനെ കുറിച്ചൊക്കെ വിരാട് കോഹ്ലിയുടെ കാര്യങ്ങൾ കൂടുതലായിട്ട് എടുത്ത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഗൗതം ഗംഭീറിനോട് ഒരു ഇൻ്റർവ്യൂവിൽ ഇതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് കുറവിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി എന്ന് പറയുന്നത് ഒരാൾ കളിക്കുന്ന പോലെ എല്ലാവർക്കും കളിക്കാൻ സാധിക്കില്ല. അതായത് വിരാട് കോഹ്ലി കളിക്കുന്ന പോലെ ഒരിക്കലും ഗ്ലെൻ മാക്സ്വെലിന് കളിക്കാൻ പറ്റത്തില്ല, ഗ്ലെൻ മാക്സ്വെൽ കളിക്കുന്ന പോലെ ഒരിക്കലും വിരാട് കോഹ്ലിക്കും കളിക്കാൻ പറ്റത്തില്ല. അവരുടെ ടാലൻറ്റ് അവർ ഡിഫറൻ്റ് ആണ്. ഒരു ടീമിൽ ഒരുപോലെ അല്ലെങ്കിൽ ഒരേ ശൈലി കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ ഒരു ടീം ഒരിക്കലും സക്സസ് ആവാൻ പോകുന്നില്ല. ഒരു ടീം സക്സസ് ആണെങ്കിൽ ഡിഫറൻറ്റ് കോമ്പിനേഷൻ, ഡിഫറൻറ്റ് സ്കിൽസ്, ഡിഫറൻറ്റ് ടാലൻസ് ഉള്ള പ്ലേയേഴ്സ് വേണമെന്നാണ് ഗൗതം ഗംഭീറിൻ്റെ മറുപടി. പിന്നെ അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട്, അതായത് 200-250 സ്ട്രൈക്ക് റേറ്റ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാച്ച് വിജയിക്കണം എന്നൊന്നുമില്ല. അതുപോലെ 90-80 സ്ട്രൈക്ക് റേറ്റ് ഉള്ളെങ്കിൽ പോലും ചില മാച്ചസ് വിജയിച്ചെന്നും വരാമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഓരോ മാച്ചും ബാറ്റ് ചെയ്യേണ്ടത് ആ ഒരു മാച്ചിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ചാണെന്ന് അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് 100 റൺസ് ജയിക്കാൻ മതിയെങ്കിൽ, അതായത് 120 ബോളിൽ 100 റൺസ് ജയിക്കാൻ മതിയെങ്കിൽ നിങ്ങൾ 200 സ്ട്രൈക്ക് റേറ്റിലോ 250 സ്ട്രൈക്ക് റേറ്റിലോ ഒന്നും ബാറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് 280 റൺസാണ് വിജയിക്കണമെങ്കിൽ നിങ്ങൾ ഒരിക്കലും 80-90 ബാറ്റ് ചെയ്യാൻ പോകുന്നില്ലെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു സ്ട്രൈക്ക് റേറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആയിരുന്നു ഇതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ സ്ട്രൈക്ക് റേറ്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക നിങ്ങളുടെ അഭിപ്രായം.